ദൈവത്തിന് വിരോധമായി ലൂസിഫറിൻ്റെ അഹങ്കാരത്തെ ഇങ്ങനെയാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. ആരാണ് ലൂസിഫർ? വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ലൂസിഫർ വിവിധ പേരുകളാൽ അറിയപ്പെടുന്നു. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, പരീക്ഷകൻ, പഴയ പാമ്പ്, സാത്താൻ, മഹാസർപ്പം, പിശാച്, അപവാദി എന്ന അപരനാമങ്ങളിൽ ലൂസിഫറിനെ നാം ബൈബിളിൽ കാണുന്നു. ലൂസിഫർ സ്വർഗത്തിലായിരുന്നു. മറ്റു ദൂതന്മാരെക്കാൾ വിശേഷ സ്ഥാനം തനിക്കുണ്ടായിരുന്നു. വളരെ ആഡംബരത്തോടും വാദ്യഘോഷത്തോടും കൂടെ ജീവിച്ചിരുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-11 ജ്ഞാനപൂർണനും സൗന്ദര്യ സമ്പൂർണനും ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളാൽ അലങ്കൃതനായിരുന്നു ലൂസിഫർ. ലൂസിഫർ മറ്റൊരു പേരിലും അറിയപ്പെട്ടിരുന്നു. അരുണോദയ പുത്രനായ ശുക്രൻ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത്. വിശുദ്ധ ദേവപർവ്വതത്തിലായിരുന്നു ലൂസിഫർ വസിച്ചിരുന്നത്. അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിക്കുന്ന കെരൂബായിരുന്നു. അവൻ കെരൂബുകളുടെ രക്ഷാകർത്താവും അഭിഷക്തനുമായി നിയമിക്കപ്പെട്ടിരുന്നു. അവൻ തൻ്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അവൻ സിംഹാസനസ്ഥനായിരുന്നു. എന്നാൽ അവൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അവൻ ദൈവത്തോട് പാപം ചെയ്തു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-12 നാം കാണുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-16 ലൂസിഫർ സുന്ദരനും ജ്ഞാനസമ്പൂർണനുമായിരുന്നുവെന്ന് പറയുന്നു. എന്നാൽ ലൂസിഫറിന്റെ ഹൃദയം അഹങ്കരിച്ചു. അതുകൊണ്ട് ദൈവം അവനെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്നും തള്ളിക്കളഞ്ഞു. ദൈവം അവനെ തള്ളിക്കളഞ്ഞത് ആകാശമണ്ഡലമായ 1-ാം സ്വർഗത്തിലേക്കായിരുന്നു. ഭൂമിയിലേക്കായിരുന്നു എങ്കിൽ സകല ജഡവും അവൻ്റെ ആധിപത്യത്താൽ നിത്യനാശത്തിലാകുമായിരുന്നു. താമസിക്കാതെ അവനെ പാതാളത്തിലേക്കും നാശകൂപത്തിലേക്കും തള്ളിയിടും. ഇന്ന് ലൂസിഫർ ദൈവത്തിൻ്റെയും ദൈവവിശ്വാസികളുടെയും എതിരായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വൃതന്മാരെ തെറ്റിച്ചു കളയുവാനായി രാവും പകലും അവൻ അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. പാപത്തിൽ രസിക്കുകയും പാപം ചെയ്യുവാൻ ഭൂവാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ മനുഷ്യകുലത്തെ ഇരുട്ടിൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് ഇരയാക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം വിച്ഛേദിക്കുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലൂസിഫർ ആകാശമണ്ഡലത്തിൻ്റെ അധിപതിയായി വാഴുന്നു. അവനെക്കുറിച്ചുള്ള ദുഃഖവാർത്ത നാം കേൾക്കുവാൻ സമയമടുത്തിരിക്കുന്നു. വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗോന്നതങ്ങളിലേക്ക് പറന്നുയരുമ്പോൾ ലൂസിഫറും കൂട്ടരും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടയും. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേലും സ്വർഗീയ സൈന്യവും ഒരുമിച്ച് ലൂസിഫറിനോടും അവൻ്റെ അനുയായികളോടും പടവെട്ടി അവരെ ഭൂമിയിലേക്ക് തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 12-7 തുടർന്ന് ഭൂമിയിൽ മഹാപീഡനം ആരംഭിക്കും. പീഡനത്തിൻ്റെ അവസാനത്തോടെ ലൂസിഫറിനെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് അഗാധ കൂപത്തിലിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്ര വയ്ക്കുകയും ചെയ്യും. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ അല്പകാലത്തിലേക്ക് അവനെ തടവിൽ നിന്നും അഴിച്ചുവിടും. അന്ത്യന്യായവിധിക്ക് മുമ്പ് വീണ്ടും അവനെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ തള്ളും. അവൻ അവിടെ കിടന്ന് രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. വെളിപ്പാട് പുസ്തകം 20-12 അങ്ങനെ മഹാസർപ്പമായ ലൂസിഫറിന്റെ തേർവാഴ്ച അവസാനിക്കും. സാത്താൻ രക്തക്കുതിയനാണ്. ഹാബേലിൻ്റെ രക്തം മുതൽ ഇന്ന് വരെയും അനേക ആയിരങ്ങളുടെ രക്തം കണ്ടിട്ടും അവന് മതി വന്നിട്ടില്ല. പീഡനകാലത്തും അനേകരുടെ രക്തം കാണുവാൻ അവൻ പരിശ്രമിക്കും. അന്തിക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലത്ത് മഹാപീഡനത്തിൻ്റെ ആരംഭത്തിങ്കൽ മഹാസർപ്പമായ ലൂസിഫറും കള്ളപ്രവാചകനും അന്തിക്രിസ്തുവും ത്രിമൂർത്തികളായി ഒരുമിച്ച് പ്രവർത്തിക്കും.
നിയമം കർശനമാക്കും. അന്തിക്രിസ്തുവിൻ്റെ പ്രതിമ ഉണ്ടാക്കുവാനും അതിനെ നമസ്കരിക്കുവാനും ഭൂനിവാസികളോട് പറയും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ വലം കൈയിലോ നെറ്റിയിലോ മൃഗത്തിൻ്റെ മുദ്രയില്ലാത്ത സകലരെയും കൊല്ലുന്നതിന് കൽപ്പന പുറപ്പെടുവിക്കും. അങ്ങനെ ലോകം വീണ്ടും രക്തപ്പുഴയായി മാറും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.